أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനം, ഇതിലെ 7, 8, 9 3 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. وقالوا, അവർ പറഞ്ഞു, സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു, മാലിഹാദ റസൂലി, ഈ റസൂലിന് എന്താണ് പറ്റിയത്? മാലിഹാദ റസൂലി, ഈ റസൂലിന്, ഈ ദൂതന് എന്താണ് സംഭവിച്ചത്? യൗക്കുലു ത്വാമ, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. യംശി ഫിൽ അസ്വാഖെ, അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, അദ്ദേഹം അങ്ങാടിയിലൂടെ നടക്കുന്നു. ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, ഒരു മലക്കിനെ എന്തുകൊണ്ടാണ് അയക്കാതിരുന്നത്? ഫയക്കൂന മാഹു നദീറ, അദ്ദേഹത്തിൻ്റെ കൂടെ മുന്നറിയിപ്പുകാരനായിട്ട് ഒരു മലക്കിനെ എന്താണ് അയക്കാതിരുന്നത് എന്നും ഈ സത്യനിഷേധികൾ ചോദിക്കുന്നു. ഔ യുൽഖാ ഇലൈഹി കൻസുൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നിധി എന്തുകൊണ്ടാണ് ഇട്ടുകൊടുക്കാത്തത്? ഔ, അല്ലെങ്കിൽ തക്കൂനു ലഹു ജന്നത്തുൻ, അദ്ദേഹത്തിനൊരു തോട്ടം എന്താണ് ഒരുക്കി കൊടുക്കാത്തത്? യൗക്കുൽ മിൻഹ, അതിൽ നിന്ന് അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ ഒരു തോട്ടം എന്തുകൊണ്ടാണ് ഉണ്ടാക്കി കൊടുക്കാത്തത്? വഖാല ളാലിമൂന, അക്രമികളായ ആളുകൾ പറയുന്നു, ഇൻ തത്തബിയോന, നിങ്ങൾ പിൻപറ്റുന്നത് ഇല്ലാ റജുലം മസ്ഹൂറ, മാരണം ബാധിച്ച, സിഹിർ ബാധിച്ച ഒരാളെയാണ്. സത്യവിശ്വാസികളെക്കുറിച്ച് അവർ പറഞ്ഞത്, സത്യവിശ്വാസികളോട് അവർ പറയുന്നത്, നിങ്ങൾ പിൻപറ്റിയിട്ടുള്ളത് ഒരു മാരണം ബാധിച്ച, സിഹിർ ബാധിച്ച ഒരാളെയാണ് എന്നാണ്. ഒന്നൂർ, താങ്കൾ നോക്കുക, കൈഫ ലറബൂലക്കൽ അംസാല, എങ്ങനെയാണ് താങ്കൾക്ക് അവർ ഉദാഹരണം വെച്ചിരിക്കുന്നത് എന്ന്. എങ്ങനത്തെ ഉദാഹരണമാണ് താങ്കൾക്ക് എതിരിൽ അവർ പ്രയോഗിച്ചതെന്ന് താങ്കൾ നോക്കുക. കൈഫ ലറബൂലക്കൽ അംസാൽ ഫളല്ലു, അവർ പിഴച്ചിരിക്കുന്നു. ഫലാ യസ്തത്തിഉന സബീല, അവർക്ക് മാർഗം പുൽകാൻ, നേർമാർഗത്തിലേക്കെത്താൻ ഒരിക്കലും തന്നെ സാധ്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൂതനെ സംബന്ധിച്ച് അവരോരോ കാര്യങ്ങൾ പറഞ്ഞു നോക്കുകയാണ്. ഇത് കെട്ടിയുണ്ടാക്കിയതാണ്, പൂർവികരുടെ കഥകൾ എഴുതിയുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ അവർ പറയുന്നത്, അദ്ദേഹം എന്തിനാണ് മനുഷ്യനെ പോലെ നടക്കുന്നത്? എന്താ മാലിഹാദർ റസൂലി യൗക്കുലു ത്വാമ, മനുഷ്യന്മാർ ഭക്ഷണമൊക്കെ കഴിക്കും, ഇയാൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു മോശം പ്രവൃത്തിയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പോൾ ഞങ്ങളും അദ്ദേഹം തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് അവർ ചോദിക്കുന്നത്. അതേപോലെ തന്നെ യംശി ഫിൽ അസ്വാഖ്,
അങ്ങാടിയിലൂടെ നടക്കുന്നു. ഇതും ഒരു മോശമായ കാര്യമായിട്ടാണ് അവർ അദ്ദേഹത്തെ സംബന്ധിച്ച് ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മുന്നറിയിപ്പുകാരനായിട്ട് ഒരു മലക്കിനെ എന്താണ് അയക്കാത്തത് എന്നും അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതായത് റസൂൽ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാത്ത, മനുഷ്യന്മാർ ചെയ്യുന്നൊന്നും ചെയ്യാത്ത ഒരാളായിരിക്കണം എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ഈ ദൂതൻ എന്താണ് പറ്റിയത്? അദ്ദേഹം ആഹാരം കഴിക്കുന്നു, ഒരു കാര്യം. രണ്ടാമത്തത്, അദ്ദേഹം അങ്ങാടിയിൽ പോകുന്നു. ഇതെല്ലാം ചെയ്യുന്ന ഒരാൾ മനുഷ്യനാണ്. ആ മനുഷ്യന് ഞങ്ങളും അയാളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്ന് ചോദിക്കുന്നു. മൂന്നാമതായി, എന്തേ ഇവൻ്റെ കൂടെ ഒരു മലക്ക്, താക്കീതുകാരനായിട്ട് മലക്ക് വരാത്തത് എന്ന് ചോദിക്കുന്നു. നബിയെ സത്യപ്പെടുത്താനും അദ്ദേഹത്തിന് വേണ്ടി എതിരാളികളോട് വാദിക്കാനും ഒക്കെ ആയിട്ട് ഒരു മലക്കും കൂടി വന്നുകൂടെയിരുന്നോ എന്ന് അവർ ചോദിക്കുന്നു. നാലാമതായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തേ ഒരു നിധി കൊടുക്കാത്തത്, അതായത് ആകാശത്ത് നിന്ന് ഇപ്പോൾ ഉപജീവനത്തിന് ഒരു നിധി ഏർപ്പാടായി കൊടുക്കുക, അദ്ദേഹത്തിന് ഉഷാറായി തീർന്ന് ഭക്ഷിക്കാലോ എന്ന് ചോദിക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിന് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തോട്ടം എന്താ ഉണ്ടാക്കി കൊടുക്കാത്തത്, ഒരു തോട്ടം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അതേപോലെ തന്നെ അവസാനം ആയിട്ട് അവർ പറയുന്നു, നിങ്ങൾ പിൻപറ്റുന്നത് മാരണം ബാധിച്ചിട്ടുള്ള, സിഹിർ ബാധിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളാണ്, മാരണം ബാധിച്ചിട്ടുള്ള ആൾക്ക് ചികിത്സ വേണ്ട ഒരാളാണ് എന്നൊക്കെ അവരധിക്ഷേപിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തനാകുന്നത് ഇതുപോലെ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല. ഈ വിശുദ്ധ ഖുർആൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൊഴിജിസത്തിന്, അമാനുഷമായ കാര്യത്തിൻ്റെ ഏറ്റവും പറ്റിയ തെളിവ്. 1400 വർഷങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞിട്ട്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ട്, നിങ്ങൾ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഏതാനും ആയത്തുകൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ ഖുർആനിൽ പറഞ്ഞതുപോലുള്ള ഒരായത്ത് പോലും, അത്രയും അറബി സാഹിത്യത്തിൽ നിപുണരായ ആളുകൾ അക്കാലത്ത് ഉണ്ടായിട്ടും അവർക്ക് ഒരായത്ത് പോലും ഈ ഖുർആനിലേതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഈ ഖുർആൻ മതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിജിസത്തിന് മുഴുവൻ തെളിവായിട്ട്. അങ്ങാടിയിൽ നടക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ഒരാളുടെ ന്യൂനതയല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഈ വിശുദ്ധ ഖുർആൻ, അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനാണ്. അവർക്കെല്ലാം അറിയാം, അദ്ദേഹത്തിന് എഴുത്തറിയില്ല, വായന അറിയില്ല. സുപ്രധാനമായ രേഖയിൽ ഒപ്പിടാൻ വേണ്ടി എവിടെയാണ് ഞാൻ ഒപ്പിടേണ്ടത്, എവിടെയാണ് ഒപ്പിടേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കണം. കാരണം അദ്ദേഹത്തിന് അറിയില്ല എവിടെയാണ് ഒപ്പിടേണ്ടത് എന്നുള്ളത്. ആ ഒപ്പിടേണ്ട സ്ഥലം പോലും അദ്ദേഹത്തിന് അറിയില്ല, അറബിയിൽ എഴുതിയിട്ടുള്ള സ്ഥലം. അപ്പം അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മുഴുവൻ നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. ഈ വിശുദ്ധ ഖുർആനിൽ മുഴുവൻ സംഗതികളും ഇത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. എന്തൊക്കെ ചെയ്താലാണ് ഒരു മനുഷ്യൻ സത്യവിശ്വാസിയായിത്തീരുക, എന്തൊക്കെ ചെയ്താലാണ് ഒരു വിശ്വാസി നരകത്തിൽ അകപ്പെടുക, ഇത് കൃത്യമായി ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ആദം അലൈഹി ഇസ്ലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം എത്തുന്നത് വരെയുള്ള 1,24,000 പ്രവാചകന്മാരുടെ കഥകൾ, അവരുടെ ഒക്കെ പേര് പറഞ്ഞിട്ടല്ലെങ്കിലും ഈ വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു കൊല്ലം കൊണ്ട് ഒന്നായിട്ട് ഇറക്കിയതല്ല. സാധാരണ നല്ല എഴുത്തും വായനയും അറിയുന്ന ആളാണെങ്കിൽ കൂടി, നല്ല വിവരമുള്ള ആളാണെങ്കിൽ കൂടി 23 വർഷം കൊണ്ടാണ് ഒരു ഗ്രന്ഥം എഴുതിയതെങ്കിൽ അയാളുടെ ചിന്തയെയും അയാളുടെ വിവരത്തെയും ഒക്കെ അത് ബാധിക്കും. ആദ്യം എഴുതിയതും അവസാനം എഴുതിയതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. ഈ വിശുദ്ധ ഖുർആനിൽ ഒന്നിന് എതിരായിട്ടുള്ള മറ്റൊന്ന് വന്നതായിട്ട് ഒരു കാര്യം പോലും ഒരാൾക്കും കാണിച്ചു തരാൻ കഴിയില്ല. 23 വർഷം തുടർച്ചയായിട്ട് കുറേശ്ശെയായിട്ട് ഇറക്കിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ ആദ്യം പറഞ്ഞതിന് എതിരായിട്ട് വേറൊന്ന് കാണാനേ കഴിയില്ല. അപ്പോൾ ഇത്രയും കൃത്യമായ രൂപത്തിൽ ഇത് കണ്ടാൽ തന്നെ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾക്ക് വേറെ തെളിവുകൾ ആവശ്യമില്ല. അദ്ദേഹം നടക്കുന്നോ, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നോ, അല്ലെങ്കിൽ നിധിയില്ലാന്നോ ഒന്നും ഒരു ന്യൂനതയായിട്ട് അവർക്ക് തോന്നൂല.
അതൊരു ന്യൂനതയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരക്ഷരനായ ഈ പ്രവാചകനെ തെരഞ്ഞെടുത്ത് കൂടുതൽ വിദ്യാഭ്യാസമുള്ള അറബികളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ തന്നെ ഈ ഗ്രന്ഥം അത് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയിട്ട് ആ തുടങ്ങുന്ന സമയം മുതൽ ഇതിലൊരു വ്യത്യാസവും ഒരാൾക്കും കണ്ടെത്താൻ സാധിക്കാത്ത കൂട്ടത്തിൽ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ അടക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ തെറി പറയുന്നതിന് പകരം ഈ ഖുർആൻ നിവർത്തി പിടിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന ആയത്തുകളിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മളിത് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.